കഴിഞ്ഞപ്പോൾ നമ്മൾ നമ്മുടെ ബില്ല് ചോദിച്ചു കേട്ടോ. അപ്പം നമ്മുടെ ബില്ല് അവർ ഭയങ്കര കള്ളത്തരമായിട്ടാണ് തന്നത്. അതായത് നമ്മൾ കൊടുത്തതിന്റെ പകുതി പൈസയുടെ ബില്ല് മാത്രമേ അവർ തരുന്നുള്ളൂ. കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ വീക്കിലി മൂവ് ചെയ്തപ്പോൾ കോർട്ട് ത്രൂ ഒരു പേപ്പർ അയച്ചു. അപ്പോൾ അത് നമ്മുടെ അഡ്വക്കേറ്റ് തന്നെ ഹെഡ് ഓഫീസിൽ നിന്ന് എല്ലാ ഡീറ്റെയിൽസും അവർക്ക് കോർട്ട് ത്രൂ കൊടുത്തിട്ടുണ്ട്. ഹായ് ഗൈസ്, നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ശരിക്കും പറഞ്ഞാൽ 2 ദിവസമായി ഞാൻ വീഡിയോ എടുത്തിട്ട്. ഞാൻ നിങ്ങൾക്കൊരു വീഡിയോ വന്നു, അത് ഞാൻ ഓൾറെഡി ഷൂട്ട് ചെയ്ത് വെച്ചാൽ. 2 ദിവസം ഞാൻ അടിപൊളി ട്രിപ്പിലായിരുന്നു, ഗുരുവായൂരൊക്കെ പോയി. അതിൻ്റെ ഫോട്ടോസൊക്കെ ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇട്ടിട്ടുണ്ട്. കാണാത്ത ആൾക്കാരൊന്ന് ജസ്റ്റ് പോയി കാണും. ഇനി മോർ ഫോട്ടോസ് വീഡിയോസ് വേണമെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഇൻസ്റ്റയും ഫോളോ ചെയ്യാം കേട്ടോ. വെറുതെ അതിൻ്റെ ഇടയിൽ വന്നൊരു ഡയലോഗാണ്. അതിൻ്റെ ഇടയിൽ ഇന്ന് രാവിലെ എണീച്ചപ്പോൾ കണ്ണിൻ്റെ ഉള്ളിലൊരു പ്രാണി കുത്തി. കണ്ടകശനിയാണോ എന്നറിയില്ല. അങ്ങനെ ഒട്ടാകെ വയ്യായിക, ക്ഷീണം, ജലദോഷം, പനിയൊക്കെ ആയി ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പോഴാണ് സോഷ്യൽ മീഡിയ തുറന്ന് നോക്കിയത് എന്താണ് യൂട്യൂബിലെ വിഷയമെന്ന്. ആദ്യത്തെ വിഷയം ഓഫ് കോഴ്സ് സജ്ന നൂർ, ദിയാസന, ഫിറോസ്. ആ യൂണിവേഴ്സിലോട്ട് ഞാൻ ഇപ്പോൾ കയറുന്നില്ല. കാരണം ആ യൂണിവേഴ്സിൻ്റെ 3-4-5 വീഡിയോസ് കാര്യങ്ങൾ വന്നുകൊണ്ട് തന്നെ നന്നായി റെഫർ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ നിൽക്കുമ്പോഴാണ് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഞാൻ ദേവ് ഡീകോഡ് അല്ലേ ആളുടെ യൂട്യൂബ് നെയിം, അതായത് ദേവ് ഡീകോഡിൻ്റെ ചാനലിൽ ഒരു വീഡിയോ കാണാനിടയായത്. അത് യൂട്യൂബർ കല്യാണിക്ക് റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു വീഡിയോയാണ്. അപ്പോൾ പിന്നെ ഞാൻ ഒരു സാധനം കണ്ടപ്പോൾ എനിക്ക് സംസാരിക്കാതിരിക്കാൻ തോന്നിയില്ല. കാരണം കല്യാണി ചേച്ചിയുടെ അന്നത്തെ ഒരു പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ ഞാൻ സോഷ്യൽ മീഡിയയിൽ വീഡിയോ റിയാക്ട് ചെയ്തിട്ടതാണ്. ഒന്ന് എനിക്ക് തോന്നുന്നു 3-4 ലക്ഷമൊക്കെ പോയി. അതിൻ്റെ താഴെ കുറേ കമൻസൊക്കെ വന്നു. ആളുടെ വീഡിയോയിൽ ചെറുതായി കുത്തി പറയുകയൊക്കെ ചെയ്തിരുന്നു. വീണ്ടും കല്യാണ ചേച്ചീനെ പറ്റി സംസാരിക്കാൻ ഒരു സ്പേസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് വിട്ട് കളയാൻ പറ്റും. അപ്പോൾ ഞാൻ കരുതി എന്തായാലും ഇതങ്ങ് സംസാരിച്ചിട്ട് ഇന്ന് തുടങ്ങാണ്. അപ്പം എൻ്റെ ഇന്നത്തെ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താനും നിങ്ങളാരും മറക്കരുത്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. ഇപ്പോൾ വീഡിയോൻ്റെ ആരംഭം എന്താണെന്ന് വെച്ചാൽ കല്യാണ ചേച്ചിയുടെ അക്കൗണ്ടിൽ ഒരു ഷോർട്സ് പോസ്റ്റ് ചെയ്യുന്നു. അതിൻ്റെ താഴെ കമൻറ്റുകൾ വന്ന് നിറയുന്നു. ആ ഷോർട്സിൽ ഒരു സ്ഥാപനത്തെയാണ് അവർ പറയുന്നത്. അങ്ങനെ ആ പെർട്ടിക്കുലർ സ്ഥാപനത്തിൽ എന്താണ് ഈ വിഷയം എന്നുള്ളത് ഈ ദേവ് ഡീകോഡ് വിളിച്ച് എൻക്വയറി ചെയ്യുന്നു. ആൻഡ് അതിൻ്റെ കുറച്ച് റെക്കോർഡിങ് കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് ആദ്യം കല്യാണ ചേച്ചി അപ്ലോഡ് ചെയ്ത വീഡിയോയിലോട്ട് പോവാം. ഒരുപാട് പേര് ചേച്ചിക്ക് എന്താ പറ്റിയെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം ഞാനിതെല്ലാം കഴിഞ്ഞ ഒരു പരിധിയിൽ നമുക്ക് സംസാരിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ വിത്ത് എവിഡൻസ് ആയിട്ട് ഞാൻ വലിയൊരു ലോങ് വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ. എന്താ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെ ഒരു സ്ഥാപനം ഭയങ്കരമായിട്ട് പറ്റിച്ചു. അതായത് എൻ്റെ മുഖത്ത് ഒരു പാട് വന്നപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് ചികിത്സിക്കേണ്ട ഡെർമറ്റോളജിസ്റ്റിനെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ട്രിവാൻഡ്രത്ത് കുറവങ്കോണത്തുള്ള ഒരു സ്ഥാപനത്തിൽ പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അതിൻ്റെ മെയിൻ ഡോക്ടർ ഒരു ലേഡിയാണ്. അവർ 3 മാസം കൂടുമ്പോഴേക്കേ ആ ഒരു ക്ലിനിക്കിൽ വരുള്ളൂ. അവിടെ ഇരിക്കുന്ന 2 ഡോക്ടേഴ്സ് നമ്മൾ വല്ലാണ്ടങ്ങ് വിശ്വസിക്കും. നമ്മളിങ്ങനെ മനസ്സിലൊന്നും വിചാരിക്കുന്നില്ലല്ലോ. പക്ഷേ ഇവർ BDSഉം MBBSഉം പഠിച്ച് പിന്നെ 3 മാസത്തെ 6 മാസത്തേക്ക് ഓരോ കോഴ്സ് ഉണ്ടല്ലോ, ഡെർമറ്റോളജിയുടെയും കോസ്മെറ്റോളജിയുടെയും ഒക്കെ. അത് പഠിച്ചിട്ടാണ് അവിടെ ഇരിക്കുന്നതെന്നൊക്കെ നമ്മൾ വളരെ വൈകിയാണ് അറിഞ്ഞത്. ഇതെല്ലാം തിരക്കി അറിഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മൾ നമ്മുടെ ബില്ല് ചോദിച്ചു കേട്ടോ. അപ്പം നമ്മുടെ ബില്ല് അവർ ഭയങ്കര കള്ളത്തരമായിട്ടാണ് തന്നത്. അതായത് നമ്മൾ കൊടുത്തതിൻ്റെ പകുതി പൈസയുടെ ബില്ല് മാത്രമേ അവർ തരുന്നുള്ളൂ. ഇതൊക്കെ നമ്മുടെ ഫയൽ ചോദിച്ചു, അത് തരില്ല, ബില്ല് തരില്ല. അങ്ങനെ നമ്മൾ പോലീസിൽ കേസ് കൊടുത്തു. അങ്ങനെ അവരവിടെ വന്ന് ഒപ്പിട്ട് കൊടുത്തു. എന്നിട്ടും എനിക്ക് ഇതുവരെ അവർ പ്രോപ്പറായിട്ടുള്ള ബില്ല് എനിക്ക് തരുന്നില്ല. അപ്പോൾ ബില്ല് അവിടെ നിൽക്കട്ടെ, എൻ്റെ ഫയലിൻ്റെ ട്രീറ്റ്മെൻറ്റ്, ഇതുവരെ എടുത്ത ട്രീറ്റ്മെൻറ്റിൻ്റെ ആ ഒരു ഫയൽ തരാൻ പറഞ്ഞു. അത് കോപ്പി എടുത്തിട്ടായാലും അവർ നമുക്ക് തന്നാൽ മതി. പക്ഷേ അതും തരില്ല. അവരെങ്ങനെയൊക്കെ കാണിച്ചാലും അതൊന്നും അവർ നമുക്ക് ഇതുവരെ തന്നിട്ടില്ല കേട്ടോ. അതിൻ്റെ ഒരു ടെൻഷനും എനിക്കിങ്ങനെ ഒരാൾ ഇതുപോലെ ഇങ്ങനെ ചീറ്റ് ചെയ്യും എന്നുള്ളത് എൻ്റെ മനസ്സ് അംഗീകരിക്കാത്ത എൻ്റെ വിഷമവും സങ്കടങ്ങളും ഒക്കെ ആയിരുന്നു കേട്ടോ എനിക്ക് ഇത്രയും നാളും. പക്ഷേ ഇപ്പം നമ്മൾ ഹീലിംഗ് സെക്ഷനിലൊക്കെ എടുത്തു. അപ്പോൾ ഡോക്ടർ തന്നെ എന്നോട് ചോദിച്ചു എന്തിനാ ഇങ്ങനെ എല്ലാവരെയും വിശ്വസിക്കുന്നതെന്ന്. അങ്ങനെ ഞാനിപ്പോൾ ഓക്കെ ആയി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് ഞാനൊരു വീഡിയോ മൊത്തത്തിൽ നിങ്ങൾക്ക് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് ആ വീഡിയോൻ്റെ താഴെ കല്യാണിക്ക് അഗെയിൻസ്റ്റ് ഒരുപാട് കമൻറ്റുകൾ വന്നു. നിനക്കത് വേണം, നിനക്ക് ഈ പണി കിട്ടണം, നീ മറ്റൊരാൾക്ക് പണി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള നീ എന്തായാലും അനുഭവിച്ചിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അവിടെ കിടക്കട്ടെ. ആദ്യം തന്നെ കല്യാണി, മൈ വേ ബൈ കല്യാണി എന്നാണ് ആളുടെ യൂട്യൂബ് ചാനൽ. ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൊരു ചാനലാണ്. ഞാൻ വീഡിയോസ് കാര്യങ്ങൾ കാണലുണ്ട്. ആളുടെ ചാനലിൽ ഞാൻ മെയിനായി കാണുന്ന വീഡിയോസിൽ ഒരു വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് വൺ പ്രൊമോഷൻ വീഡിയോസാണ്. പ്രൊമോഷൻ വീഡിയോ എന്ന് വെച്ചാൽ ഒരുപാട് പ്രൊഡക്റ്റുകൾ വലിച്ച് വാരി പ്രൊമോട്ട് ചെയ്യും. സൺസ്ക്രീന് തന്നെ ഒരു 10-15 എണ്ണം കയറി പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പ്രൊമോഷൻ വീഡിയോസ്, പെയ്ഡ് പ്രൊമോഷൻ വീഡിയോസ് ഒരുപാട്. രണ്ടാമത്തത് കുറേ ഈ അൺബോക്സിങ് പോലത്തെ കുറേ വീഡിയോസ് എന്ന് വെച്ചാൽ ആൾ ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ ഇങ്ങനെ ചുരിദാർ വാങ്ങുക, ആ ചുരിദാർ ഇട്ട് കാണിക്കുക, ബാഗ് വാങ്ങുക, ഇട്ട് കാണിക്കുക, കുപ്പി വാങ്ങുക, മാല വാങ്ങുക, അങ്ങനെ കുറേ വീഡിയോസ്. പിന്നെ കാണുന്നത് ഫുള്ള് മോനുമായിട്ടുള്ള അപ്പുകുട്ടനോ അങ്ങനെ എന്താ പറയുക മോനുമായിട്ടുള്ള വീഡിയോസ്, ലഞ്ച് ബോക്സ് വീഡിയോസ്, കുക്കിംഗ് വീഡിയോസ്,
അങ്ങനത്തെ കുറേ കാര്യങ്ങളാണുള്ളത്. പക്ഷേ ആളുടെ കൊളാബ്സ് ഒരുപാട് കിട്ടുന്ന ഒരാളാണ്, ഒരുപാട് പ്രൊഡക്ട്സ് കൊളാബ് കിട്ടുന്ന ഒരാളാണ്. അങ്ങനെ ഒരു ചാരിറ്റി ഓറിയൻറ്റേറ്റഡ് അല്ലെങ്കിൽ മോട്ടിവേറ്റഡ് അല്ലെങ്കിൽ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസർ ടാഗ് ലൈനുള്ള സാധനങ്ങളൊന്നും ഞാൻ ആൾ കണ്ടിട്ടില്ല. പക്ഷെ ആളുടെ കണക്ട് ചെയ്തുകൊണ്ട് നിൽക്കുന്ന ഫ്രണ്ട്സൊക്കെ ഒരുപാട് ഗിവ് അവേ അത് ഇതൊക്കെ കണ്ടിട്ടുണ്ട്. ആളുടെ സൈഡിൽ നിന്ന് ഞാൻ കണ്ടിട്ടില്ല, ഇനി ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഇതാണ് കല്യാണി. അപ്പോൾ കല്യാണിൻ്റെ സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം നല്ല ഹെയ്റ്റ് ഉണ്ട്. കാരണം ഇങ്ങനത്തെ ഒരു വീഡിയോ ഇട്ട സമയത്ത് വരെ ആ വീഡിയോൻ്റെ താഴെ നിനക്കത് വേണമെന്നാണ് പറഞ്ഞത്. കാരണം കല്യാണി ഏതോ ഒരു പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ ചെയ്തു. ആ പ്രൊഡക്റ്റ് റിവ്യൂ ചെയ്തതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയോ വീഡിയോയിൽ കണ്ടത്. അന്ന് ഇത് കയറി പൊങ്കാലയായിരുന്നു. നമ്മൾ ഒരുവിധ ആൾക്കാരൊക്കെ ഇരുന്ന് റോസ്റ്റ് ചെയ്തിരുന്നു. ഞാനും ആ ഒരു സാധനം എടുത്ത് റോസ്റ്റ് ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ പ്രൊമോഷന് വേണ്ടി വേണ്ടതും വേണ്ടാത്തതും വായേ തോന്നിയതായിട്ടുള്ള കാര്യങ്ങളെല്ലാം കാണിക്കുന്ന ഒരാളാണ് കല്യാണി എന്നൊരു ടാഗ് ലൈൻ കല്യാണിക്ക് ഓൾറെഡി വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനൊരു സാധനം വന്നത്. നീ നിൻ്റെ സബ്സ്ക്രൈബേഴ്സിനെ പറ്റിക്കുന്നുണ്ടെങ്കിൽ തിരിച്ച് നിനക്കും പണി കിട്ടും എന്നൊരു സാധനം. അപ്പോൾ ഇവിടെ ഈ വീഡിയോയിൽ കല്യാണി പറഞ്ഞ മെയിൻ സാധനം, ആളുടെ സ്കിന്നിന് ഒരു പാട് വന്നു. അത് കാണിക്കാൻ വേണ്ടി ഒരു ഡെർമറ്റോളജിസ്റ്റിനെ പോയി കണ്ടു. അവിടുന്ന് ആവശ്യത്തിലധികം പൈസ ഇവരടച്ചു. എന്നാൽ പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കിട്ടിയില്ല. സ്കിന്ന് കണ്ടീഷൻ വേഴ്സായി. അതിനുശേഷം റിപ്പോർട്ട്സും ബിൽസും ചോദിച്ചപ്പോൾ അവർക്ക് തന്നില്ല എന്നൊരു സാധനം. ഇതാണ് ഇവിടെ നടന്ന വിഷയം. കല്യാണി കൊല്ലംകാരിയാണ്. കല്യാണി ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ പോയത് തിരുവനന്തപുരമാണ്. എന്താ കൊല്ലത്ത് സ്കിൻ ഡോക്ടേഴ്സ് ഇല്ലേ? വൈ തിരുവനന്തപുരം? കൊല്ലത്ത് നിന്നൊരു വ്യക്തി തിരുവനന്തപുരത്ത് പോയിട്ട് തൻ്റെ സ്കിന്നിന് ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കണമെങ്കിൽ നന്നായി നോക്കി റെഫർ ചെയ്തിട്ടേ പോകും അല്ലേ? ബുദ്ധിപരമായി പറ. ഇപ്പം ഞാൻ വയനാട്ടുകാരിയാണ്. ഞാൻ ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ കാലിക്കറ്റ് പോകുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ കാലിക്കറ്റുള്ള എല്ലാ ഹോസ്പിറ്റൽസും നോക്കി അതിൽ നല്ലൊരു ഹോസ്പിറ്റലാണെന്ന് അറിഞ്ഞിട്ടായിരിക്കും, അല്ലെങ്കിൽ പേര് കേട്ട ഒരു ഹോസ്പിറ്റലായിരിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ കല്യാണി റെഫർ ചെയ്തിട്ടാണ് ആ ഹോസ്പിറ്റലിൽ പോയത് എന്നുള്ളത് ഞാൻ ആദ്യമേ പറയും. പിന്നെ ഇതിൻ്റെ ഇടയിൽ പറയുന്ന അടുത്തൊരു സാധനം കേട്ടു, MBBS പഠിച്ച് വെറുതെ ഡെർമറ്റോളജി പഠിച്ചിട്ടുള്ള ആൾക്കാരാണ്. അതിൻ്റെ സത്യാവസ്ഥ എനിക്കറിയില്ല. പക്ഷേ സ്വന്തം സ്കിന്ന് ട്രീറ്റ് ചെയ്യാൻ പോകുമ്പം ട്രീറ്റ് ചെയ്യാൻ കൊടുക്കുന്ന ആൾക്കാർ ക്വാളിഫൈഡ് ആണോ, അവർക്ക് കൊടുക്കാൻ പറ്റുമോ പറ്റില്ലേ എന്നുള്ള കാര്യം നോക്കിയിട്ട് വേണം ട്രീറ്റ്മെൻറ്റ് പോകാൻ. അല്ലാണ്ട് എവിടെയെങ്കിലും പോയി എന്തേലൊക്കെ ചെയ്ത് ഭയം തോന്നിയാൽ അവരെ എഡ്യൂക്കേഷനെ കയറി കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതും കൂടെ എനിക്കിവിടെ പറയണമെന്ന് തോന്നി. ഞാനൊരു ഡോക്ടറെ കാണിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ആ ഡോക്ടർ നല്ലതാണോ, പേര് കേട്ടതാണോ, കാണിക്കാൻ പറ്റിയതാണോ, ദ ബെസ്റ്റ് ആണോ എന്ന് റെഫർ ചെയ്തിട്ടേ പോകൂ. അല്ലാണ്ട് എനിക്ക് തോന്നുന്നെടുത്ത് പോയി ഞാൻ കാണിച്ച് എൻ്റെ സ്കിന്നിന് തോന്നുന്ന പണി ഇട്ടിട്ട് ഇവരൊന്നും വിദ്യാഭ്യാസം ഇല്ല എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഈ രണ്ട് അലിഗേഷൻസ് എനിക്കിതിൽ പറഞ്ഞത് ശരിയായിട്ട് തോന്നിയില്ല. പിന്നെ സ്കിന്ന് എന്ന് വെച്ചാൽ നമുക്ക് ആയുർവേദത്തിൽ കാണിക്കാം, ഹോമിയോയിൽ കാണിക്കാം, അലോപ്പതി കാണിക്കാം. ഞാനിത് മൂന്നിലും എൻ്റെ സ്കിന്ന് കാണിച്ചിട്ടുണ്ട്. അലോപ്പതിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് സാധനം അങ്ങ് മാറും, പക്ഷെ പിന്നെയും വരാനുള്ള ചാൻസ് ഉണ്ട്. ഹോമിയോ ഒരുപാട് ടൈം എടുക്കും. നമ്മുടെ ഉള്ളിലുള്ള ഫുള്ള് പൊന്തി വന്നിട്ടാണ് അവർ ട്രീറ്റ്മെൻറ്റ് ചെയ്യുക. ആയുർവേദമാണെങ്കിലും അത്. പിന്നെ എൻ്റെ സ്കിന്നിൻ്റെ ഒരു ഇഷ്യൂ എൻ്റെ അലർജിക് ഇഷ്യൂസ് ആണെന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ അതിൻ്റെ വഴിക്ക് വിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ചില സ്കിൻ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ സ്കിന്ന് വേഴ്സ് ആവും. അതിനൊരു റീസൺ അവർ മനഃപൂർവ്വം നമ്മുടെ മുഖത്തൊരു സാധനം കൊണ്ടുവന്ന് സ്കിന്നിനെ വേഴ്സ് ആക്കുന്നൊന്നുമല്ല. ചിലപ്പോൾ നമ്മൾ യൂസ് ചെയ്ത പ്രൊഡക്റ്റ് നമുക്ക് പറ്റായിട്ടായിരിക്കാം. അബദ്ധങ്ങൾ പറ്റാത്ത ആരാള്ള പുള്ളേ. പക്ഷേ ഈ ഒരു സാധനം ചേച്ചി അങ്ങെടുത്ത് വൈറലാക്കിയപ്പോഴേക്ക് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. ഈ വീഡിയോ കണ്ട സമയത്തും ഞാൻ ഈ വീഡിയോ ഓൾറെഡി ആളെ സബ്സ്ക്രൈബ് ആയതുകൊണ്ട് കണ്ടതാണ്. പിന്നെ ഞാൻ എൻ്റെ ട്രിപ്പ് കാര്യങ്ങളിലൊക്കെ തിരക്കായതുകൊണ്ട് ഞാൻ പിന്നെ ആ മാർഗത്തിലോട്ട് പോയിട്ട്. അപ്പോൾ ഇതൊക്കെയാണ്. ഇപ്പോൾ കാണുന്ന ആൾക്കാരുടെ മനസ്സിലൊരു ഹോസ്പിറ്റലിൽ പോകുന്നു, അവിടുന്ന് അവരെ നിന്ന് ഒരുപാട് പൈസ വാങ്ങുന്നു, അവരുടെ റിപ്പോർട്ട് കാര്യങ്ങൾ കൊടുക്കുന്നില്ല, ഭയങ്കര തെറ്റ് ഓഫ് കോഴ്സ്. അപ്പം അങ്ങനെ റിപ്പോർട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ തെറ്റാണ്. പേയ്മെൻറ്റ് നിങ്ങൾ ചെയ്യിപ്പിച്ചതിൽ അധിക വിലയാണെങ്കിൽ അത് തെറ്റാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഒരു ഹോസ്പിറ്റലിൽ പോകുമ്പോൾ അവിടെ ഇത്ര പേയ്മെൻറ്റ് ആവും എന്ന് പറഞ്ഞിട്ടാണ് പൊതുവേ ട്രീറ്റ്മെൻറ്റ്സ് എടുക്കുക. എന്തായാലും ഇങ്ങനെ എന്താ പറയുക, ഈ റീൽസ് കണ്ടപ്പോൾ ഇങ്ങനത്തെ ഒരു 6-7-8 സംശയങ്ങൾ എൻ്റെ മനസ്സിൽ പോയിട്ടാണ് ഞാനിത് കണ്ടത്. അപ്പോൾ അങ്ങനെ ആ റീൽസ് കണ്ട് ഞാനവിടെ വിട്ടു. എൻ്റെ തിരക്ക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴാണ് ഞാൻ ദേവ് ഡിക്കോഡിൻ്റെ ചാനലിൽ ഈ ഒരു കോൺവെർസേഷൻ കണ്ടത്. അപ്പോൾ കോൺവെർസേഷൻ കണ്ട സമയത്ത് ലേറ്റായി എന്നറിയാം, എന്നാലും എനിക്കിത് സംസാരിക്കണമെന്ന് തോന്നി. കാരണം ഇങ്ങനെ കുറേ ടീമുകളുണ്ട്, ഇല്ലാത്തത് ഓരോന്ന് വളച്ച് കിട്ടുന്നത്. എന്തായാലും കല്യാണിൻ്റെ ചാനലിൽ ഇതിൻ്റെ ലോങ് വീഡിയോ വന്നിട്ടില്ല. എന്തായാലും ദേവ് ഡിക്കോഡിൻ്റെ ചാനലിൽ ഈ ഓഡിയോയിലേക്ക് വന്നതുകൊണ്ട് ചിലപ്പോൾ ആൾ ലോങ് ഇടാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ മോർ ക്ലാരിറ്റി കിട്ടും. എന്തായാലും ഹോസ്പിറ്റലുകാരുടെ സൈഡും കൂടെ നമുക്ക് കേൾക്കാം. കല്യാണീൻ്റെ സൈഡ് കേട്ടു, അതിൽ എനിക്ക് പറയാനുള്ള 3 കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഇനി ഹോസ്പിറ്റലുകാരുടെ സൈഡ്. ഫസ്റ്റ് വിസിറ്റ് അറൗണ്ട് ഒരു 8 months മുന്നെയാണ് ക്ലയന്റ് വന്നത്. ആൻഡ് ആളുടെ കൺസേൺ എന്ന് പറയുന്നത് ഒരു സ്റ്റിറോയിഡ് ക്രീം യൂസ് ചെയ്തിട്ട് ആളുടെ സ്കിൻ ബാരിയർ കംപ്ലീറ്റ്ലി ഡാമേജ് ആയിട്ടുണ്ടായിരുന്നു. അതായത് ഇതൊരു വൈറ്റനിങ് ക്രീമാണ്. പിഗ്മെന്റേഷൻ വരാൻ തുടങ്ങി ആളുടെ സ്കിന്നിൽ. അപ്പൊ ആൾക്ക് മനസ്സിലായി
അതിന്റെ എന്തോ ഒരു നെഗറ്റീവ് എഫക്റ്റ് ആണെന്ന് ആൾക്ക് മനസ്സിലായിട്ടാണ് ആള് ഞങ്ങളെ മീറ്റ് ചെയ്യുന്നത്. ആൻഡ് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ മെയിൻ ഡോക്ടറിനെ തന്നെയാണ് ആള് ഫസ്റ്റ് വിസിറ്റ് ചെയ്തും ഫുൾ കണ്ടതും ഡോക്ടറിനെ തന്നെയാണ്. ഈ സംസാരിക്കുന്ന ആളുടെ പേരെന്തായിരുന്നു? ഞാൻ ഓഫീസിലെ സ്റ്റാഫാണ്, ട്രിവാൻഡ്രം ഓഫീസിലെ സ്റ്റാഫാണ്. പറഞ്ഞോളൂ. ആൻഡ് വിസിറ്റിൽ വന്നിട്ട് മാമിനെ കണ്ടു. അപ്പൊ മാം പറഞ്ഞു ആ യൂസ് ചെയ്തോണ്ടിരുന്ന സ്റ്റിറോയിഡ് ക്രീം ഇമ്മീഡിയറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞു. ആൻഡ് അത് നമ്മളങ്ങനെ കൈൻഡ് ഓഫ് സ്റ്റിറോയിഡ് ക്രീം കൊടുക്കാറില്ല. ആൻഡ് അതിന് വേണ്ടിയിട്ട് നമ്മള് ഗ്ലൂട്ടൻ IV സജസ്റ്റ് ചെയ്തു, ബ്ലഡ് ടെസ്റ്റ് ചെയ്തു ആളുടെ. നമ്മൾ ഫുൾ ഹിസ്റ്ററി എടുത്തതിന് ശേഷമാണ് ആൻഡ് IVs എടുത്തു ഒരുപാട്. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് സെഷന് ആള് വന്നപ്പോ ആള് കൊളാബ് റിക്വസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ ആദ്യം തന്നെ ചേച്ചി പറഞ്ഞത് മുഖത്തൊരു പാട് എന്നാണ്. അപ്പോൾ ഇവിടെ ഉദ്ദേശിച്ചത് മുഖത്ത് സ്റ്റിറോയിഡ് യൂസ് ചെയ്തിട്ടാണ് പാട് വരുന്നത്. നമ്മളുടെ ഇന്നത്തെ സൊസൈറ്റിയിൽ ഒരുപാട് വൈറ്റനിങ് ക്രീംസ് ഉണ്ട്. ഈ വൈറ്റനിങ് ക്രീംസിനൊക്കെ അതിൻ്റെതായ രീതിയിലുള്ള സൈഡ് എഫക്റ്റ് ഉണ്ട്. പണ്ടൊക്കെ വൈറ്റനിങ് ക്രീം യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കിഡ്നിയിൽ വരെ തകരാറ് വരാം എന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത് നമ്മളൊക്കെ യൂസ് ചെയ്യുന്ന ഈ ലിപ്സ്റ്റിക്കിൻ്റെ ചില പ്രശ്നങ്ങളൊക്കെയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ബോഡിയിൽ യൂസ് ചെയ്യുന്ന ഇങ്ങനത്തെ തരത്തിലുള്ള പ്രൊഡക്ട്സുകൾക്ക് നമ്മുടെ ബോഡിയിൽ കെമിക്കൽ ആയതുകൊണ്ട് തന്നെ അതിൻ്റെതായ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട്. ഒന്നെങ്കിൽ കല്യാണീൻ്റെതായ രീതിയിൽ ഏതോ ഒരു വെളുക്കാൻ വേണ്ടിയിട്ട് ക്രീം കണ്ടുപിടിച്ച് മുഖത്ത് തേച്ച് വാടാക്കി, അല്ലെങ്കിൽ കല്യാണീനെ പോലെയുള്ള ആൾക്കാർക്ക് 100-ലധികം കൊളാപ്സ് കിട്ടുന്നതുകൊണ്ട് ഈ 100-ലധികം സാധനങ്ങൾ വലിച്ചു വാരി തേച്ചും പണിയുണ്ടാവും. കാരണം ഞാൻ ഏതോ ഒരു വീഡിയോയിൽ, എനിക്ക് ആ വീഡിയോ ഇപ്പോൾ തിരഞ്ഞ് കണ്ടുപിടിക്കാമെന്ന് വയ്യ, കാരണം ഇവർക്കൊക്കെ ലക്ഷങ്ങളോളം വീഡിയോസ് അക്കൗണ്ടിലുള്ള കല്യാണി കുറേ സൺസ്ക്രീനുകൾ ചേച്ചിക്ക് കൊണ്ട് കൊടുക്കുന്നൊരു വീഡിയോ എങ്ങാനും ഉണ്ടായിരുന്നു. ഞാൻ തന്നെ കണ്ട് ഞെട്ടിപ്പോയി. കാരണം നമ്മളുടെ ഓരോരുത്തരുടെ സ്കിന്നും ഓരോ ടൈപ്പാണ്. എൻ്റെ സ്കിന്ന് കംപ്ലീറ്റ് ആക്നെ വരുന്ന സെൻസിറ്റീവ് ആയിട്ടുള്ള എക്സ്ട്രീം ഓയിലി സ്കിന്നാണ്. അപ്പോൾ എൻ്റെ സ്കിന്നിന് പറ്റുന്ന ഒരു സൺസ്ക്രീൻ ഉണ്ട്. അല്ലാണ്ട് ഒരുപാട് സൺസ്ക്രീനൊന്നും സ്കിന്നിന് പറ്റില്ല. അല്ലെങ്കിൽ ബ്യൂട്ടി വ്ളോഗേഴ്സൊക്കെയാണ്, അവരാകുമ്പോഴാണ് ബാക്കിയുള്ളവർക്ക് ഒരു പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി കിട്ടിയിട്ടുള്ള പ്രൊഡക്റ്റ് ഫേസിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇടുക. പക്ഷേ ഇവിടെ കല്യാണി എന്ന് പറയുന്ന അങ്ങനെ ഒരു ബ്യൂട്ടി വ്ളോഗറായിട്ടൊന്നും പേഴ്സണലി ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ കല്യാണിക്ക് ഈ പെയ്ഡ് പ്രൊമോഷനും ആളുടെ റീച്ചും കൊണ്ട് കിട്ടുന്ന പ്രൊമോഷൻ്റെ ചിലപ്പോൾ ആ ക്രീമുകളെല്ലാം വലിച്ചു വാരി കിട്ടി ഒരു പണിയായിരിക്കും. അതെന്തായാലും ആളിവിടെ വീഡിയോയിൽ തുറന്ന് പറഞ്ഞിട്ടില്ല. ആൾ പറഞ്ഞ പാട് എന്നാണ്. അപ്പോൾ സ്റ്റിറോയിഡ് ക്രീം യൂസ് ചെയ്യുന്നതിൻ്റെ സൈഡ് എഫക്റ്റ് കാരണം ഉണ്ടായ പാടിൻ്റെ ട്രീറ്റ്മെൻറ്റാണ് പോകുന്നത്. അത് ആദ്യത്തെ കാര്യം. എല്ലാം പറയുമ്പോൾ ചേച്ചി ഇതും കൂടെ പറയണ്ടായിരുന്നോ? രണ്ടാമത്തെ ഒരു കാര്യം, ഏതൊരു ഹോസ്പിറ്റലിൽ നമ്മൾ സ്കിന്നിന് പോവുകയാണെങ്കിലും, ഇപ്പോൾ ഞാൻ കൺസൾട്ട് ചെയ്തിട്ടുണ്ട്, എന്നെ കാണുക, എൻ്റെ സ്കിന്ന് കൺസേൺ മനസ്സിലാക്കുക, അവർ ആ മരുന്ന് തരിക, വിടുക, അത്രയും. ഇത് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു സ്പെഷ്യലൈസ്ഡ് ക്ലിനിക്കാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ബൈ ലുക്കിൽ തന്നെ സ്റ്റിറോയിഡ് ക്രീമാണ് എന്നുള്ള മനസ്സിലാക്കി അത് സ്റ്റോപ്പ് ചെയ്തു. പ്രോപ്പറായ IVയും ടെസ്റ്റും കഴിഞ്ഞതിന് ശേഷമാണ് അവർ മെഡിക്കേഷൻസ് വരെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എവിടെയെങ്കിലും പോയി വലിച്ചു വാരി ചെയ്യുന്നൊരു കേന്ദ്രത്തിൽ നിന്നൊരു 3-4 മരുന്ന് കിട്ടുകയാണെങ്കിൽ ഓക്കെ ഫൈൻ. പ്രോപ്പറായ IVയും അതും ഇതും കാര്യങ്ങളും ചെയ്തിട്ട് തരുമ്പം അതിന് കുറച്ചും കൂടെ ഒരു ഉണ്ടാവില്ലേ ചേച്ചിയെ? അതും ചേച്ചി പറഞ്ഞിട്ടില്ല. പിന്നെ ഈ ഓഡിയോൻ്റെ ലാസ്റ്റ് ഒരു കൊളാബ് റിക്വസ്റ്റ്. എന്താണ്, ആവശ്യത്തിലധികം കൊളാബ് ചെയ്യുന്നില്ലേ? ആവശ്യത്തിലധികം തുണി വാങ്ങി കൂട്ടുന്നില്ലേ? എന്നിട്ടും ഇത്ര ആക്രാന്താണോ നിങ്ങൾക്കൊക്കെ കൊളാബിന്? എനിക്ക് അറിയാൻ പാടില്ലായിട്ട് ഞാൻ ചോദിക്കുക. ഇവരുടെ അക്കൗണ്ടിൽ ഒരു 25 റീൽസ് നിങ്ങൾ അടിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ ചിലപ്പോൾ 12 റീൽസും കൊളാബായിരിക്കും. ബാക്കി കുറച്ചെണ്ണേ സ്വന്തമായിട്ട് ചെയ്തിട്ടുള്ളൂ. അത്രയും കൊളാബ് കിട്ടിയിട്ടാണ് ഈ സ്കിൻ കെയറിലും പോയിട്ട് കൊളാബ് ചോദിച്ചു. അവിടെയാണ് കല്യാണ ചേച്ചി തെറ്റുന്നത് എന്നാണ് ഈ ഓഡിയോയിൽ കൂടെ എനിക്ക് മനസ്സിലായത്. ബാക്കി കേൾക്കാം. ക്ലിനിക്കിലെ മഞ്ജു വാര്യർ തൊട്ട് എല്ലാരും നമ്മുടെ ക്ലയൻസ് ആണ്. അപ്പൊ അതുകൊണ്ട് അവരെ വെച്ചിട്ട് നിങ്ങൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ ഒരു സെലിബ്രിറ്റീസിനെ വെച്ചിട്ട് ഒരു പ്രൊമോഷനോ ഒരു ആഡോ ചെയ്തിട്ടില്ല. ഈവൻ പെയ്ഡ് ആഡ് പോലും നമ്മൾ സെലിബ്രിറ്റീസിനെ വെച്ച് ചെയ്തിട്ടില്ല. ബിക്കോസ് CEOക്ക് അത് ഇൻട്രസ്റ്റ് ഇല്ല. ചെയ്യാനാണെങ്കിൽ എല്ലാ സെലിബ്രിറ്റീസും നമ്മുടെ ക്ലയൻസ് ആണ് പനമ്പള്ളിയില്. We are not interested. Ma'am is not interested on that. Because നമുക്ക് അല്ലാതെയുള്ള ആഡ്സ് മതി എന്നാണ് ആളുടെ ഒരു കോൺസെപ്റ്റ്. അപ്പോ നമ്മൾ ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ടീമും അല്ല നമ്മുടെ കമ്പനി വന്നിട്ട് ഈ ഒരു സെലിബ്രിറ്റീസിനെ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സിന്റെ ഈ കൊളാബ് ഒന്നും പ്രൊമോട്ട് ചെയ്യുന്ന ഒരു കാറ്റഗറി ഓഫ് ആൾക്കാരായി. എത്ര വർഷമായി സ്ഥാപനം തുടങ്ങിയിട്ടറിയോ? 15 വർഷത്തിന് മേലെയായി. കൃഷിയിലും ടെക്സിലും ഒക്കെ ഞങ്ങൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട് 4 വർഷം ആവുന്നു. ഓക്കെ. അപ്പൊ ഇവര് എനിക്ക് തോന്നുന്നു നാട് കൊല്ലത്താന്ന് തോന്നുന്നു. അപ്പൊ കൊല്ലത്ത് നിന്ന് ട്രിവാൻഡ്രത്തേക്ക് എത്തിയത് ആരെങ്കിലും പറഞ്ഞിട്ട് അറിഞ്ഞതാണോ അതോ ഡയറക്റ്റ് വിളിച്ചു വന്നതാണോ? മാമിന്റെ ഭയങ്കര ഫാൻ ആയിരുന്നു ആള്. മാമിനെ ഭയങ്കരമായിട്ട് ഫോളോ ഒക്കെ ചെയ്ത് ഭയങ്കരമായിട്ട് എക്സ്പയർ ചെയ്ത് വന്ന ഒരു ക്ലയന്റ് ആണ്. അപ്പൊ വിഷയം കൊളാബാണ്. ചേച്ചി ചോദിച്ചു കൊളാബ് ചെയ്യട്ടെ എന്ന്. അപ്പം ഈ കൊളാബ് ചെയ്യട്ടെ പറയുന്നതിന് മുമ്പ് ഞാൻ 2 കാര്യം പറയാം. ഒന്ന്,
ഒന്ന് നമ്മൾ കൊളാബ് ചെയ്യണമെങ്കിൽ നമുക്ക് അവരുടെ സർവീസിൽ ഇഷ്ടപ്പെടണം. 8 മാസമായി ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന ഒരു വ്യക്തിക്ക് ആ സർവീസ് കൊള്ളില്ല എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ മാസം തന്നെ ഈ പരിപാടി നിർത്തി ഇവർ ഇവിടുന്ന് പോകണം. 8 മാസം കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തോ ഒരു റിസൾട്ട് കിട്ടിയത് കൊണ്ടാണല്ലോ. ഇപ്പം കല്യാണി എന്ന് പറയുന്ന വ്യക്തിക്ക് ആ പർട്ടിക്കുലർ സ്ഥാപനത്തിൽ നിന്ന് റിസൾട്ട് 8 മാസം കിട്ടി എന്ന് നമ്മൾ ഇവിടുന്ന് കരുതാം. ആൻഡ് ഈ 8 മാസം കഴിഞ്ഞപ്പോഴായിരിക്കാം മേ ബി ഇവർ കൊളാബ് ചോദിച്ചത്. കൊളാബ് ചോദിച്ച സമയത്ത് അവർക്ക് കൊളാബ് ഇൻട്രസ്റ്റഡ് അല്ല. കാരണം അവിടെ എത്രയോ ആൾക്കാർ വരുന്നുണ്ട്, പോകുന്നുണ്ട്, ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നുണ്ട്. ഈവൻ മഞ്ജു വാര്യർ വരെ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ നിങ്ങളെ കൊണ്ട് കൊളാബ് ചെയ്യിപ്പിക്കാൻ താല്പര്യമില്ല എന്നവർ പറഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷമാണ് എല്ലാം പ്രശ്നങ്ങളായേ എന്നുള്ള രീതിയിലാണ് ഈ കുട്ടി ഇവിടെ പറയുന്നത്. അപ്പോൾ ആദ്യം തന്നെ എന്തിനാണ് ചേച്ചി പോയി കൊളാബ് ചെയ്യിച്ചത്? ചേച്ചിക്ക് അവിടെ ഇത്രയും താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ അവിടെ കയറി കൊളാബ് ചെയ്തിട്ട് നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിനെ വീണ്ടും പറ്റിക്കാനാണോ? അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞതുപോലെ ഞാൻ ചതിയിൽപ്പെട്ടു, ഞാൻ അങ്ങനെയായി ഇങ്ങനെയായി എന്ന് പറഞ്ഞതുപോലെ നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിനെ ചതിയിൽ പെട്ടിക്കാൻ വേണ്ടിയിട്ടാണോ നിങ്ങൾ അവരോട് ചെന്നിട്ട് കൊളാബ് ചോദിച്ചേ? കൊളാബ് ചോദിച്ചെങ്കിൽ, ഇവർ പറഞ്ഞത് പ്രകാരം ചോദിച്ചെങ്കിൽ, കൊളാബ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളൊക്കെ ചെറിയ ചെറിയ ലൈക്ക് ഇൻസ്റ്റാഗ്രാം വീഡിയോ ചെയ്യുന്ന ആൾക്കാരാണ്. നമ്മൾ പോലും ഒരാളുടെ അടുത്ത് നിന്ന് അങ്ങോട്ട് നിന്ന് എനിക്കൊരു കൊളാബ് തരുമോ ചോദിച്ചിട്ടില്ല. നിങ്ങൾ ഇത്രയും റീച്ചിൽ നിൽക്കുന്ന ആൾക്കാർക്ക് അങ്ങോട്ട് കയറി ചെന്ന് കൊളാബ് ചോദിക്കേണ്ട ഒരു ഗതികേടിനെ കുറിച്ചാണ് ഞാൻ ആലോചിക്കുന്നത്. ആൻഡ് ഇവരുടെ പ്രൊഫൈൽസിലൊന്നും കൊളാബിൻ്റെ വീഡിയോസോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ ഇതിൻ്റെ ലാസ്റ്റ് കേട്ട ഒരു സാധനമുണ്ട്, ഞാൻ ഓൾറെഡി പറഞ്ഞു. കൊല്ലത്തുള്ള ഒരാൾ തിരുവനന്തപുരം പോയി ട്രീറ്റ്മെൻറ്റ് എടുക്കണമെങ്കിൽ അതിൽ എന്തേലും ഒരു കാര്യം ഉണ്ടാവുന്നു. ഈ പെർട്ടിക്കുലർ സ്ഥാപനത്തിലെ മാഡത്തിൻ്റെ വീഡിയോസ് കണ്ടിഷ്ടപ്പെട്ട് അതിൽ അഡ്മയർ ആയിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ വന്നിട്ടുള്ളൊരു വ്യക്തിയാണ് കല്യാണി. അതാ ഞാൻ പറഞ്ഞത്, റെഫർ ചെയ്തിട്ട് പോയ ഒരാളാണ് കല്യാണി. അല്ലാണ്ട് അറിയാത്തൊരു ക്ലിനിക്കിൽ ഏതോ 2 ആൾക്കാർ ഇരിക്കുന്നിടത്തൊന്നും ഒരിക്കലും ഒരു സ്കിൻ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് പോവില്ല. അയാള് ഇവര് അല്ലാതെ നോർമൽ കൺസൾട്ടേഷൻ വരുമ്പോൾ പോലും കൺസൾട്ടേഷൻ ടൈമിൽ കരച്ചിലാണ്. ഇവരുടെ വ്യൂവേഴ്സ് ഇങ്ങനെ നെഗറ്റീവ് കമന്റ്സ് ഇട്ടു, എന്താ കറുത്തിരിക്കുന്നത്, എന്താ. അവരുടെ ഈ ഒരു പ്രശ്നം വരാനുള്ള റീസൺ എന്താണ്? ഐ മീൻ ഇങ്ങനെ ഒരു ബില്ല് ചോദിച്ചു കൊടുത്തില്ല എന്നൊക്കെയാണ് പറയുന്നത്. അല്ല, ബില്ല് നമ്മൾ കൊടുത്തിട്ടുണ്ട്, കൊടുക്കാതിരിക്കുന്നതല്ല. ആൾക്ക് പറയാൻ പറ്റില്ലല്ലോ ഞാൻ എടുക്കാൻ വേണ്ടിയിട്ട് വന്നിട്ട് എനിക്ക് പ്രോപ്പർ റിസൾട്ട് കിട്ടിയില്ല, അല്ലെങ്കിൽ ഞാൻ ഇത്രയും പേയ്മെന്റ് ചെയ്ത് വന്നിട്ട് കൊളാബ് ഇനിഷ്യേറ്റ് ചെയ്തിട്ട് എനിക്ക് അവരെ റിജക്ട് ചെയ്തു, അവരെ എനിക്ക് റേറ്റ് കുറവാണ് എന്നൊന്നും ആൾക്ക് പബ്ലിക്കലി പറയാൻ പറ്റില്ലല്ലോ. നമ്മൾ ഒരു ക്ലയന്റിനോട് റേറ്റ് പറഞ്ഞ് കൺസൾട്ടേഷൻ എമൗണ്ട് പറഞ്ഞ ക്ലയന്റിന്റെ അപ്രൂവൽ എടുത്തതിന് ശേഷമാണ് ട്രീറ്റ്മെന്റ് റിപ്പോർട്ട് പോകുന്നത്. ആദ്യം പോസ് ചെയ്ത് നമ്മൾ കൊണ്ടുപോകുന്നില്ല. ആൻഡ് അതുപോലെ തന്നെ അടുത്തൊരു സാധനം ആൾ പറഞ്ഞത് ട്രീറ്റ്മെൻറ്റിൻ്റെ ബില്ല് കൊടുത്തിട്ടില്ല എന്നുള്ള കാര്യവും, പിന്നെ രണ്ടാമത് പറഞ്ഞൊരു സാധനം ഷീറ്റ് കൊടുത്തിട്ടില്ല എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞത്. ഈ ഷീറ്റ് ക്ലയൻറ്റ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നമ്മൾ ഷീറ്റ് സബ്മിറ്റ് ചെയ്യും. കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിലാണ് കൊടുക്കാണ്ട് നിൽക്കുക. നിങ്ങളിപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ പോയി കാണിച്ച് അന്ന് പേയ്മെൻറ്റ് അടയ്ക്കും, അതിൻ്റെ ബില്ല് നിങ്ങൾക്ക് കിട്ടൂലേ? അതാണ് എൻ്റെ ഒരു ഡൗട്ട്. എന്തേലും ഒരു ബില്ല് കിട്ടില്ലേ? ഇപ്പം ഞങ്ങൾക്ക് ഇവിടെ 21 days ഓഫ് ട്രീറ്റ്മെൻ്റ് ആണ്, 21th day ആണ് ഫൈനൽ ബില്ല് കൊടുക്കുക. പക്ഷെ ഞങ്ങളുടെ ഒരു ക്ലയൻറ്റിൻ്റെ വീട്ടുകാർ വന്ന് ഞങ്ങൾക്ക് എന്ത് പേയ്മെൻറ്റ്, ഈവൻ അഡ്വാൻസ് പേയ്മെൻറ്റ് വരെ അടച്ചിട്ടുണ്ടെങ്കിൽ അഡ്വാൻസ് ഇത്ര പേയ്മെൻറ്റ് അടച്ചു എന്ന് പറഞ്ഞിട്ടുള്ള ബിൽ വിത്ത് സീൽ ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു ബില്ല് നിങ്ങൾ ഓരോ തവണ 8 മാസം അടച്ച ബില്ല് നിങ്ങളുടെ കയ്യിൽ ഓഫ് കോഴ്സ് ഉണ്ടാവില്ലേ? അതാണ് എൻ്റെ ആദ്യത്തെ ഒരു ചോദ്യം. കാരണം ബില്ലില്ല എന്ന് പറഞ്ഞു. ആൻഡ് ഇവരിവിടെ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ബില്ല് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്, മെയിൽ ചെയ്തിട്ടും ബില്ല് കൊടുത്തിട്ടുണ്ട് എന്നുള്ള അടുത്ത ഓഡിയോയിൽ വരുന്നുണ്ട്. മെയിൽ ചെയ്തിട്ടും ഞങ്ങൾ ബില്ല് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബില്ല് കൊടുക്കാത്തതല്ല, കൊളാബ് കിട്ടാത്തതാണ് ഇവരുടെ പ്രശ്നം. അപ്പോൾ കൊളാബ് കിട്ടാത്തത് കൊണ്ട് അതിന് എന്തെങ്കിലും പറയണ്ടേ എന്ന് കരുതി ഇവരില്ലാത്തൊരു സാധനം ഇവരോട് പറഞ്ഞതാണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ പെർട്ടിക്കുലർ ആൾക്കാർക്ക് ഇത് മേ ബി അവർ ഈ സെലിബ്രിറ്റി ഫെയിം സപ്പോർട്ടൊന്നും എടുക്കാത്തത് കൊണ്ട് തന്നെ അവർക്ക് സോഷ്യൽ മീഡിയയിൽ വന്ന് ഇതൊരു കണ്ടന്റ് ആക്കാൻ താല്പര്യം ഉണ്ടാവില്ല. അതുകൊണ്ടായിരിക്കും അവരിതൊരു കണ്ടന്റ് ആക്കാത്തത്. അല്ലെങ്കിൽ വിത്ത് പ്രൂഫ് കാര്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ കല്യാണി എന്ന് പറയുന്ന ഒരു വ്യക്തിനെ വളരെ സിമ്പിളായിട്ട് ഇതിൽ എക്സ്പോസ് ആക്കാവുന്നേ ഉള്ളൂ. പിന്നെ കൊളാബ് റിക്വസ്റ്റ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു അത് വേണ്ട, ഞങ്ങൾക്ക് അത് താല്പര്യമില്ല, നമ്മൾ അങ്ങനെ ആരും പ്രൊമോട്ട് ചെയ്യാറില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ എഗെയിൻ ആള് 2-3 സെഷൻ വീണ്ടും വന്നു, പേയ്മെന്റ് ചെയ്ത് തന്നെ ആള് പ്രൊസീജിയർ ഒക്കെ ചെയ്തു. ആൻഡ് അത് കഴിഞ്ഞ് നെക്സ്റ്റ് സെഷൻ 3-4 സെഷൻ കഴിഞ്ഞിട്ട് വീണ്ടും വന്നപ്പോൾ റേറ്റ് ഭയങ്കരമായിട്ട് കൂടിയെന്ന് ആള് പറഞ്ഞു. ആൾ ഇതിന്റെ ഇടയിൽ വേറെ ഒരു ക്ലിനിക്ക് വിസിറ്റ് ചെയ്തപ്പോൾ നമ്മുടെ റേറ്റ് ആയിട്ട് മിസ് മാച്ച് ഉണ്ട്. നമ്മൾ അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ഓൾറെഡി ക്ലയന്റിനോട് ട്രീറ്റ്മെന്റ് എമൗണ്ട് പറഞ്ഞ ക്ലയന്റിന്റെ കൺസെന്റ് എടുത്തതിന് ശേഷമാണ് ട്രീറ്റ്മെന്റ്. എല്ലാ ബില്ലും ക്ലയന്റ് പോകുമ്പോൾ തന്നെ ഫിസിക്കലി നമ്മൾ കൊടുക്കാറുണ്ട്. അവരെ പ്രൊഡക്റ്റ് മേടിക്കണം, നമ്മുടെ ബാഗിനകത്ത് തന്നെ ഫിസിക്കലി നമ്മൾ കൊടുക്കാറുണ്ട്. ഇനിയിപ്പോ നമ്മള് ലീഗലി മൂവ് ചെയ്തല്ലോ, നമ്മളും ലീഗലി നമ്മളാണ് ആക്ച്വലി ലീഗലി ഞങ്ങൾ ഇന്ന് കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ഡേ അവരെ വിളിപ്പിച്ചപ്പോഴാണ് അവര് കംപ്ലൈന്റ് കൊണ്ടുവന്നത്. പിന്നെ നമ്മൾ ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം ചെന്നിട്ട് എത്ര പേയ്മെൻ്റ് ആവും എന്നുള്ളത് ചോദിക്കും. പ്രത്യേകിച്ച് സ്കിൻ
സ്കിന്നിൻ്റെ ഒരു പൊടി തൊട്ടിയ പൈസയാണ്. ഞാൻ എൻ്റെ സ്കിന്നിന് ഒരു ചെറിയൊരു 10 ml ഒരു ക്രീം വാങ്ങിയതിന് എനിക്ക് 850 ഉറുപ്പ്യയായത്. എന്നോട് ഡോക്ടർ ആദ്യം, ഞാൻ കാണിച്ച ഡോക്ടർ ആദ്യം എന്നോട് പറഞ്ഞു, അമ്മ എത്ര പ്രൈസ് ആവും, ആ പ്രൊഡക്റ്റ് എത്ര കോസ്റ്റ്ലി സാധനമാണ്, ഇന്ന സാധനമാണ് എന്ന് പറഞ്ഞു. അമ്മ ഓക്കെ ആണോ എന്ന് ചോദിച്ചിട്ടാണ് അവർ ചെയ്തത്. അപ്പോൾ നിങ്ങളൊരു ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന സമയം ആദ്യത്തെ മാസം തന്നെ എത്ര പൈസയായി എന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പൊയ്ക്കൂടായിരുന്നോ? ആൻഡ് 8 മാസത്തോളം ട്രീറ്റ്മെൻറ്റ് എടുത്ത് എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെയാണോ നിങ്ങൾക്ക് പൈസയിൽ വ്യത്യാസം വന്നേ? സ്കിൻ ട്രീറ്റ്മെൻറ്റ് അങ്ങനെയാണ്. സ്കിൻ ട്രീറ്റ്മെൻറ്റിൽ മെഡിസിൻസും ടാബ്ലറ്റ്സിനൊക്കെ നല്ല പൈസയാണ്. ഒരിക്കലും പൈസ കുറഞ്ഞ് നിങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ പറ്റില്ല. അപ്പം ഇത്രയും കാലം നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് എടുത്ത് ഇത്രയും പൈസ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ലാസ്റ്റ് പോയിന്റിലാണോ തോന്നുന്നത്? ഇനിയിപ്പോൾ ഈ വീഡിയോയിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇവരാണ് ഫസ്റ്റ് കല്യാണിക്ക് അഗെയിൻസ്റ്റ് കേസ് കൊടുത്തത്. ഇവർ കേസ് കൊടുത്തു കഴിഞ്ഞാൽ അതിന് സബ്മിറ്റ് ആയ സമയത്താണ് ഒരു കൗണ്ടർ കേസ് കല്യാണി കൊടുത്തേ എന്നുള്ളതുമാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ എനിക്കത് ആലോചിക്കുന്നത്, നിങ്ങൾ എന്തിനാണ് ഈ നുണ പറയുന്നത്? നിങ്ങൾക്ക് വളരെ ജെന്യുവിനായിട്ട് സത്യസന്ധമായിട്ട് കാര്യങ്ങളങ്ങ് പറഞ്ഞുകൂടെ? ഇപ്പോൾ 8 മാസം കഴിഞ്ഞ് റിസൾട്ട് ഇല്ലേ, പറയും ശരി ഞാൻ ഇന്ന ക്ലിനിക്കിൽ പോയി ട്രീറ്റ്മെൻറ്റ് എടുത്തു, 8 മാസമായി ട്രീറ്റ്മെൻറ്റ് എടുത്തു, ഇത്ര പേയ്മെൻറ്റ് ഞാൻ അടച്ചു, എൻ്റെ സ്കിന്നിനോട് റിസൾട്ട് ഉണ്ടായിട്ടില്ല, ഡൺ, വിഷയം കഴിഞ്ഞു. പക്ഷേ അതിന് പകരം ഇല്ലാത്ത കുറേ കാര്യങ്ങൾ എടുത്തു വെച്ചുകൊണ്ട് എന്തിനാണ് ഇത് സംസാരിക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. അവരുടെ റെക്കോർഡ് കൊടുത്തിട്ടില്ല. ഓക്കെ, ഇത് രണ്ടും കൊടുത്തിട്ടുണ്ട് ആക്ച്വലി. കൊടുത്തിട്ടുണ്ട്. പിന്നെ കൊടുക്കാതെ അവർ ഞാൻ ചോദിക്കട്ടെ, ഇവർ 8 മാസം മുൻപുള്ള ഒരു ക്ലയന്റ് ഗവൺമെന്റ് കിട്ടിയിട്ടില്ലെങ്കിൽ 8 മാസം കണ്ടിന്യൂസ് ആയി വരും. 8 മാസം എടുത്ത് നമ്മള് എന്താണ്, നമ്മൾ ചീറ്റേഴ്സ് ആണെങ്കിൽ നമ്മൾ സ്കാം ആണെന്ന് അവര് റിയലൈസ് ചെയ്യാൻ എത്ര നാൾ വന്നിട്ടുണ്ട് അവിടെ? 8 months പ്ലസ് വന്നിട്ടുണ്ട്. ഇവരുടെ കൺസേൺ ഇവർക്ക് വിലക്കണം, അല്ലെങ്കിൽ ബോഡി ഫാറ്റ് കുറയണം, മെലിയണം, ഇതൊക്കെയാണ്. പിന്നെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ലീഗലി മൂവ് ചെയ്തപ്പോൾ കോർട്ട് ത്രൂ ഒരു പേപ്പർ അയച്ചു. അപ്പൊ നമ്മുടെ അഡ്വക്കേറ്റ് തന്നെ ഹെഡ് ഓഫീസിൽ നിന്ന് എല്ലാ ഡീറ്റെയിൽസും അവർക്ക് കോർട്ട് ത്രൂ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് നിങ്ങളുടെ സൈഡിൽ നിന്നുള്ള വേർഷൻ, ഇതാണ് ഇങ്ങനെയാണ് വരുന്നത്. ഐ മീൻ എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ ലീഗലി മൂവ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് കംപ്ലൈന്റ് ആക്ച്വലി ഞങ്ങൾ കംപ്ലൈന്റ് കൊടുക്കുമ്പോൾ നെക്സ്റ്റ് ഡേ അവരെ ഏൽപ്പിക്കുമല്ലോ, രണ്ടുപേരെയും കൂടെ. അല്ല, ഞാൻ ചോദിച്ചത് നിങ്ങൾ കംപ്ലൈന്റ് കൊടുക്കാനുള്ള റീസൺ എന്തായിരുന്നു? ഇപ്പൊ അവര് ഇങ്ങനെ അലിഗേഷൻ വന്നതിന് ശേഷമാണ് കംപ്ലൈന്റ് കൊടുത്തത്. ഭയങ്കര മെസ്സപ്പ് ഉണ്ടാക്കി, ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി. ഇവരുടെ ഹസ്ബൻഡ് ഒറ്റയ്ക്ക് വന്നത്, ഹസ്ബൻഡും കൂടെ വന്ന് ഇവിടെ മറ്റേ മെറ്റാ ഗ്ലാസ് വെച്ചിട്ട് ഇവിടെ ഭയങ്കരമായിട്ട് നമ്മുടെ ആ പെർമിഷൻ ഷൂട്ട് ചെയ്യാണ്. എന്നിട്ട് പറഞ്ഞ് ഞാനിപ്പോ ലൈവ് പോകും, ഞാനിപ്പോ ഇത് ഞങ്ങളെല്ലാം റെക്കോർഡ് ചെയ്യാണ്. ഇതാണ് ആ പെർമിഷൻ. അവരിവിടെ ക്രിയേറ്റ് ചെയ്യുന്നു. പിന്നെ ഫ്രണ്ടിലിരിക്കുന്ന വേറെ അതർ ക്ലയൻസിനോട് ചെന്നിട്ട് നിങ്ങൾ എന്ത് വിശ്വസിച്ചിട്ട് അങ്ങനെയൊക്കെ ഡീറ്റെയിൻ ചെയ്യാൻ ഭയങ്കരമായിട്ട് ശ്രമിച്ചു. ഇനി എന്തിനാണ് കേസ് എന്ന് കൂടി അറിയണമായിരുന്നു. കേസ് എന്താണെന്ന് വെച്ചാൽ, ഇവർ ആ സ്ഥാപനത്തിൽ നിന്ന് അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ വന്ന ബാക്കി എല്ലാ ആൾക്കാരുടെ അടുത്തും ചെന്നിട്ട് ഇവിടുന്ന് ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ട കാര്യമല്ല, ഗുണമല്ല, ഇതില്ല എന്ന് പറഞ്ഞു. പിന്നെ അവരെന്തോ ഒരു ഇതിൽ ആ ഓഡിയോ ഞാനിതിലിട്ടോ, ഞാൻ ഫുൾ ഓഡിയോ ഒന്നും റെക്കോർഡ് ചെയ്തെടുത്തിട്ടില്ല. ഐ തിങ്ക് ഞാൻ ഇട്ടു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓഡിയോ എന്തായാലും എന്ന് വെച്ചാൽ മെറ്റാ ഗ്ലാസ് ഉപയോഗിച്ചിട്ട് അവരുടെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ മുഴുവൻ റെക്കോർഡ് ചെയ്തെടുത്തു. പിന്നെ അവർ ലൈവ് പോകും, ഇതൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾക്ക് ഇനി ഒരു 1 million അല്ല 2 million സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിലും നിങ്ങൾ ലൈവ് പോയിട്ട് ഒരാളെ പറ്റി മോശമായി പറഞ്ഞിട്ടുണ്ടെങ്കിലും സത്യം എവിടെയാണുള്ളത് അവിടെ മാത്രമേ ആൾക്കാർ നിൽക്കൂ. അതാദ്യം ഈ ഇൻഫ്ലുവൻസേഴ്സ് മനസ്സിലാക്കണം. ഈ അടുത്തായിരുന്നു ഒരു ഫസ്മിന, ഒരു പാവ ഓട്ടോക്കാരൻ കള്ളു കുടിച്ചാൽ വണ്ടി ഓടിക്കുന്നതെന്ന് വേണ്ട അവൾ എന്തോ ഒരു തോന്നിവാസമാണ് കാണിച്ചു വെച്ചത്. അയാൾ ഒന്നും ചെയ്യാത്തൊരു പാവം മനുഷ്യൻ അഗെയിൻസ്റ്റാണ് അവൾ ഇങ്ങനെ ഒരു അലിഗേഷൻ പറഞ്ഞത്. അതാണ് ഞാൻ പറഞ്ഞത്, കുറച്ച് ഫോളോവേഴ്സ് ആകുമ്പം ഒരു കാറ്റഗറി ഓഫ് ആൾക്കാർക്ക് ഇങ്ങനത്തെ തരത്തിലുള്ള ഒരു അഹങ്കാരം ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. അത് നല്ലതല്ല ചേച്ചി, നല്ലതല്ല. സത്യസന്ധമായിട്ടാണെങ്കിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ഇത് സത്യസന്ധമല്ലാണ്ട് നിങ്ങൾ ഇങ്ങനത്തെ ഓരോ തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതൊരിക്കലും സമ്മതിക്കാൻ പറ്റില്ല. നിങ്ങളുടെ റീച്ച് നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിക്കും. നല്ല കാര്യങ്ങൾക്ക്. ഒരുപാട് അസുഖം കാരണം ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ പൈസ ഇല്ലാണ്ട് നിൽക്കുന്ന കുറേ കാറ്റഗറി ഓഫ് ആൾക്കാരുണ്ട്. അവർക്ക് ക്യാഷ് കളക്ട് ചെയ്ത് ഒരു ട്രീറ്റ്മെൻറ്റ് നടത്താനോ, അല്ലെങ്കിൽ ബ്ലഡ് വേണ്ട ആൾക്കാർക്ക് ബ്ലഡ് എത്തിക്കാനോ, അല്ലെങ്കിൽ നിങ്ങൾ പാവങ്ങളെ സഹായിക്കാനോ അതിനൊക്കെ യൂസ് ചെയ്യും. അല്ലാണ്ട് ഈ സബ്സ്ക്രൈബേഴ്സ് ഒരിക്കലും ഒരാളെ ഭീഷണിപ്പെടുത്താനോ ആക്കാനോ അവർ ഒരു 3-4 ദിവസം മുമ്പുള്ള വീഡിയോയാണ്, ലോങ് വീഡിയോ ആയിട്ട് വരുമെന്ന് പറഞ്ഞു. ഇതുവരെ കല്യാണ ചേച്ചി ലോങ് വീഡിയോ ആയിട്ട് വന്നിട്ടില്ല, ഇനി വരണം. വന്നു കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ മോർ അപ്ഡേറ്റ് അറിയാം. പിന്നെ ഇങ്ങനത്തെ സ്റ്റിറോയിഡ് പോലത്തെ ഈ ക്രീമുകളൊക്കെ വലിച്ചു വരും മുഖത്ത് തേക്കുന്ന മാക്സിമം ഒഴിവാക്കുക. കാരണം നിങ്ങൾ കുറേ ക്രീം പ്രൊമോട്ട് ചെയ്യുന്നുണ്ടല്ലോ, ഇത് തേച്ചാൽ വെളുക്കും, ഇത് തേച്ചാൽ കുരു പോവും, ഇത് തേച്ചാൽ പാട് പോവും, സൂര്യൻ ഉദിക്കുന്നത് പോലെ തിളങ്ങി നിൽക്കും, പിന്നെന്താ കുമ്പള ബോളുകൾ വന്നാൽ പോലും തട്ടില്ല, ഇത് എന്ന് പറഞ്ഞ് നിങ്ങൾ ഒരുപാട് പ്രൊഡക്റ്റ് ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് വാരി തേച്ച് വെളുപ്പിക്കേ, അല്ലാണ്ട് എന്തുവാ പറയണ്ടേ. എനിവേ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. സോ ഇങ്ങനത്തെ വ്ളോഗേഴ്സിനെ കൂടുതൽ സപ്പോർട്ട് ചെയ്യാണ്ട് നിൽക്കുന്നതാണ് ഏറ്റവും കൂടുതൽ നല്ലത്. ഇനി അവർ 100 പ്രൊഡക്റ്റ് ഇട്ടാലും അവനവൻ്റെ സ്കിന്നിന് പറ്റുന്ന പ്രോഡക്റ്റ് മാത്രം യൂസ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ സ്കിന്നിൻ്റെ കണ്ടീഷനും ഇത്രയും. ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അടുത്ത വീഡിയോ വീണ്ടും കാണാം. ടിൽ ദെൻ ഇറ്റ്സ് ബൈ ഫ്രം